ഹോസ്റ്റലിൽ കയറി ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി. മൃതദേഹത്തിന് അരുകിലിരുന്നു, സെൽഫി എടുത്തു, സ്റ്റാറ്റസ് ആക്കി. വഞ്ചനയ്ക്കുള്ള ശിക്ഷ എന്ന അടിക്കുറിപ്പ്. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാണ് സംഭവം നടക്കുന്നത്. തിരുനെൽവേലി സ്വദേശിയായിട്ടുള്ള എസ് ബാലമുരുകൻ, അയാളാണ് പ്രതി. 32 വയസ്സാണ് ഇയാളുടെ പ്രായം. മരിച്ചത് മേപ്പാളയം തരുവ സ്വദേശി ശ്രീപ്രിയ. കോയമ്പത്തൂരിലായിരുന്നു ശ്രീപ്രിയയുടെ താമസം. ആ വനിതാ ഹോസ്റ്റലിൽ എത്തിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു കൊടിയ അക്രമം. കൊലപാതകത്തിന് ശേഷം പ്രതി ആ മൃതദേഹത്തിനരികിൽ ഇരിപ്പായി കുത്തിയിരുന്നു ഏറെ നേരം. ഇതിനിടയിൽ മൃതദേഹത്തെ ചേർത്തു നിർത്തി സെൽഫി എടുത്തു. ആ സെൽഫി എടുത്ത് അത് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആക്കി പോസ്റ്റ് ചെയ്തു. അതിന്റെ അടിക്കുറിപ്പാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. വഞ്ചനയ്ക്കുള്ള പ്രതിഫലം മരണം. ഇതായിരുന്നു ആ അടിക്കുറിപ്പ്. അകന്ന ബന്ധുവുമായിട്ടുള്ള ഈ ശ്രീപ്രിയയുടെ ബന്ധം അത് മനസ്സിലാക്കിയതാണ് ഈ പ്രകോപനത്തിന് കാരണമെന്നാണ് നിഗമനം. പോലീസ് അങ്ങനെ തന്നെയാണ് പറയുന്നത്. കോയമ്പത്തൂരിലെ ഗാന്ധിപുരത്തിന് സമീപം രാജാ നായിഡു സ്ട്രീറ്റ്, ആ തെരുവിലെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലായിരുന്നു ഈ ശ്രീപ്രിയയുടെ താമസം. എന്തുകൊണ്ടാണ് വിവാഹിതയായിട്ടുള്ള ഇവർ ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്നത്? കാരണമുണ്ട്. മാസങ്ങളായി ഇവർ തമ്മിൽ വഴക്കാണ്. അതുകൊണ്ട് തന്നെ അകന്നായിരുന്നു ജീവിതം. 4 മാസം മുമ്പാണ് ശ്രീപ്രിയ ഭർത്താവിനെയും 2 കുട്ടികളാണ് ഇവർക്കുള്ളത്, അവരെയും വിട്ട് ഈ കോയമ്പത്തൂരിലേക്ക് എത്തിയത്. കോയമ്പത്തൂരിലെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ ജോലി കണ്ടെത്തിയ ശ്രീപ്രിയ അങ്ങനെ ഈ ഹോസ്റ്റലിൽ ഒരു മുറിയെടുത്ത് അവിടെ താമസം ആരംഭിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ബാലമുരുകന്റെ അകന്ന ബന്ധുവായിട്ടുള്ള രാജ എന്ന ആളുടെ രംഗപ്രവേശം. രാജയും ശ്രീപ്രിയയും തമ്മിൽ അടുത്ത ബന്ധത്തിലാണ്, അല്ലെങ്കിൽ അവർ കൂടുതൽ പ്രണയത്തിലേക്ക് പോകുന്നു എന്നുള്ള വിവരം അത് ഈ ശ്രീമുരുകന് ലഭിക്കുന്നു. അവിടെ മുതൽ തുടങ്ങുകയാണ് പ്രശ്നങ്ങൾ. ഭാര്യയും 3 കുട്ടികളുമുള്ള ആളാണ് കേട്ടോ രാജയും. ശ്രീപ്രിയയും രാജയും അടുപ്പത്തിലാണെന്ന വിവരം അറിഞ്ഞതോടുകൂടി ബാലമുരുകന് ആദ്യം പ്രകോപിതനാവുന്നു. പിന്നീട് ശനിയാഴ്ച ഇയാൾ കോയമ്പത്തൂരിലേക്ക് വരികയാണ്. ശനിയാഴ്ച കോയമ്പത്തൂരിലെത്തി ബാലമുരുകൻ ശ്രീപ്രിയയെ നേരിൽ കണ്ട് സംസാരിച്ചപ്പോൾ ഒരു തരത്തിലും വഴങ്ങാൻ തയ്യാറല്ലായിരുന്നു അവർ. ഭർത്താവിനൊപ്പം പോകാൻ വിസമ്മതിക്കുകയായിരുന്നു ശ്രീപ്രിയ. ആദ്യത്തെ വഴക്കൊക്കെ മാറ്റിവെച്ച് ഈ ബാലമുരുകൻ ആവശ്യപ്പെട്ടു എന്റെ കൂടെ വരണമെന്ന്. പക്ഷേ അത് ചെവിക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല ശ്രീപ്രിയ. ഇതറിഞ്ഞു രാജ എന്ന ഈ മൂന്നാമൻ, അല്ലെങ്കിൽ ശ്രീപ്രിയയുടെ കാമുകൻ, അല്ലെങ്കിൽ ബാലമുരുകന്റെ ഉറ്റ ബന്ധു. ഇയാൾ എന്ത് ചെയ്തു? ശ്രീപ്രിയയുമായിട്ടുള്ള ചേർന്നിരിക്കുന്ന ഒരു ചിത്രം പകർത്തി കൂടുതൽ പ്രകോപിതനാക്കാൻ വേണ്ടി ബാലമുരുകൻ അയച്ചു കൊടുക്കുകയാണ്. ബാലമുരുകൻ അത് കണ്ടതും സ്വാഭാവികമായും അയാളുടെ നില തെറ്റി. ഞായറാഴ്ച രാവിലെ ഒരു ബന്ധുവിനെയും കൂട്ടിയാണ് ഇയാൾ കോയമ്പത്തൂരിലെ ഹോസ്റ്റലിലേക്ക് എത്തുന്നത്. ചിത്രത്തെക്കുറിച്ച് ആദ്യം ചോദ്യം ചെയ്തു, ചിത്രം കാണിച്ചു, ഇതെന്താണ് എന്നുള്ളത്. ഇതിനൊന്നും ശ്രീപ്രിയയ്ക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോഴും ശ്രീപ്രിയ ഭർത്താവിനൂടെ പോകില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നു. സന്ദർശക മുറിയിൽ വെച്ച് വീണ്ടും അയാൾ വിളിച്ചു, എൻ്റെ കൂടെ വരണം, ഈ ബന്ധം അവസാനിപ്പിക്കണമെന്ന്. പക്ഷേ അത് വിസമ്മതിച്ച ഉടനെ അവിടെ തുടങ്ങുന്നു ഒരു ക്രിമിനൽ മൈൻഡ്. ബാലമുരുകന്റെ കയ്യിൽ ബാഗിൽ ഒരു അരിവാൾ കരുതിയിരുന്നു. അരിവാളെടുത്ത് ആഞ്ഞു വെട്ടുകയാണ്. ആ ഒറ്റ വിട്ടിൽ വീണു ശ്രീപ്രിയ ആ സന്ദർശക മുറിയിൽ. കൂടെ ഉണ്ടായിരുന്ന ബന്ധു ഇത് കണ്ട് ഞെട്ടി ബോധക്ഷയം സംഭവിച്ച് ആ മുറിയിൽ തന്നെ വീണ് കിടക്കുന്ന സാഹചര്യമെത്തി. വിവരമറിഞ്ഞ പോലീസ് എത്തി. രത്നപുരി പോലീസാണ് ബാലമുരുകനെ അറസ്റ്റ് ചെയ്തു. ഈ പോലീസ് എത്തുന്ന സമയത്തും ബാലമുരുകൻ ഈ മൃതദേഹത്തിനരികിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, ആ അരിവാളും പിടിച്ച്. ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. മദ്യലഹരിയിലാണ് അദ്ദേഹം ആ വെട്ടിക്കൊലപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് പോയത് എന്ന് പോലീസ് കരുതുന്നു. എന്താണേലും ഇയാളുടെ സ്റ്റാറ്റസ് ഉണ്ടല്ലോ, ആ സ്റ്റാറ്റസ് കണ്ടാണ് ബന്ധുക്കൾ ഈ കൊലപാതകത്തിന്റെ വിവരമറിയുന്നത്.
അവർ ഞെട്ടി സ്റ്റാറ്റസ് കണ്ടത്. യുവതിയുടെ മൃതദേഹം കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. തമിഴ്നാടിനെ നടുക്കിയ ഒരു കൊലപാതകം, അതിന് പിന്നാലെ അതിലേറെ നടുക്കം സൃഷ്ടിച്ച ഒരു വാട്സപ്പ് സ്റ്റാറ്റസ്. ഇനി മഹാരാഷ്ട്രയിലേക്കാണ്. അവിടെ നടന്ന ഞെട്ടിക്കുന്ന ഒരു സംഭവത്തിലേക്കാണ് ഇനി പോകുന്നത്. അച്ഛനും 2 സഹോദരങ്ങളും ചേർന്ന് ഒരു പെൺകുട്ടിയുടെ കാമുകനെ, ആ ദുരഭിമാന കൊല എന്നുള്ളതാണ് സംഭവം. ആ കാമുകനെ കൊന്നു. പക്ഷേ ആ പെൺകുട്ടി ചെയ്തതെന്നോ, ചേതനയേറ്റ ആ മൃതദേഹത്തെ വിവാഹം കഴിച്ചു ആ 21-കാരി. മഹാരാഷ്ട്രയിലെ നന്ദേഡ് എന്ന ജില്ലയിലാണ് സംഭവം. 21-കാരിയുടെ പേര്, ആ പെൺകുട്ടിയുടെ പേര് ആഞ്ചൽ മാമിദ്വാർ. മാമിദാർ കുടുംബത്തിന് ആ പെൺകുട്ടി തെരഞ്ഞെടുത്ത കാമുകനെ അത് സ്വീകരിക്കാൻ കഴിയുമായിരുന്നില്ല. ജാതീയമായി ഒരുപാട് താഴ്ന്നതെന്ന് അവർ വാദിച്ചു. ഒരു തരത്തിലും അവരുടെ ബന്ധത്തെ അവർ പ്രോത്സാഹിപ്പിച്ചില്ല. കാമുകന്റെ പേര് 20 വയസ്സ് മാത്രമുള്ള സാക്ഷാം ടേറ്റ്. വ്യാഴാഴ്ച വൈകുന്നേരം സുഹൃത്തുക്കളോടൊപ്പം ഓൾഡ് ഗഞ്ച് പ്രദേശത്ത് നിൽക്കുകയായിരുന്നു ഈ സാക്ഷാം ടേറ്റ്. ആ സമയത്താണ് ഈ ആഞ്ചലിന്റെ സഹോദരൻ ഹിമേഷ് മാമിദാറുമായി ഒരു വാക്കുതർക്കമുണ്ടാവുന്നത്. ഈ ഹിമേഷ് മാമിദാർ എന്തു ചെയ്തു? തോക്ക് കയ്യിലുണ്ടായിരുന്നു, വെടിയുതിർത്തു സാക്ഷാം ടേറ്റിനു നേരെ. മാത്രമല്ല, ഒരു ടൈലെടുത്ത് തലക്കടിച്ചു കൊന്നു. തൽക്ഷണം മരണം സംഭവിച്ചിരുന്നു ആ 20 വയസ്സുകാരനായിട്ടുള്ള സാക്ഷാം ടേറ്റിന്റെ. പിന്നീട് സംഭവിച്ചതെല്ലാം അത് അത്ഭുതപ്പെടുത്തുന്നതാണ്, അമ്പരപ്പിക്കുന്നതാണ്. ഹിമേഷ് മാത്രമല്ല, ഹിമേഷിന്റെ സഹോദരനായിട്ടുള്ള സാഹിൽ അവിടെ ഉണ്ടായിരുന്നു. പിന്നാലെത്തിയ പിതാവ് ഗജാനൻ മാമിദാറും. അങ്ങനെ മാമിദാർ കുടുംബത്തിലെ ആ ആഞ്ചൽ എന്ന പെൺകുട്ടിയുടെ 2 സഹോദരങ്ങളും പിതാവും പോലീസിന്റെ അറസ്റ്റിലാവുകയാണ്. അവിടെ ആ പെൺകുട്ടിയുടെ ഇടപെടൽ, ആ പെൺകുട്ടി സാക്ഷാം ടേറ്റിനെ എത്രമാത്രം പ്രണയിച്ചിരുന്നു എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. സാക്ഷാമിന്റെ അന്ത്യകർമ്മങ്ങൾ അയാളുടെ വീട്ടിൽ നടക്കുകയായിരുന്നു. പൊട്ടിക്കരയുകയാണ് കുടുംബാംഗങ്ങൾ മുഴുവൻ. അപ്പോൾ ഈ പെൺകുട്ടി എത്തുന്നു. ദുരഭിമാനത്തിന്റെ പേരിൽ സ്വന്തം അച്ഛനും സഹോദരങ്ങളും ജീവനെടുത്ത ആ സാക്ഷാമിനരികിൽ അവൾ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് മൃതദേഹത്തിനരികിൽ നിന്ന് അവന്റെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി അവൾ അവന്റെ ഭാര്യയാണെന്ന് പ്രഖ്യാപിച്ചു. തന്റെ ബന്ധുക്കളെ, അതായത് അച്ഛനെയും 2 സഹോദരങ്ങളെയും തൂക്കിലേറ്റണം എന്നുള്ളതാണ് ആഞ്ചൽ മാമിദാറിന്റെ ആഹ്വാനം. മാത്രമല്ല, ആ കുടുംബത്തിനെതിരെ നിയമ പോരാട്ടം തുടരുമെന്നും ആ 21-കാരിയായിട്ടുള്ള പെൺകുട്ടി പറയുന്നുണ്ട്. നിശ്ചലനാണെങ്കിൽ പോലും ആ സാക്ഷാം ടേറ്റിന്റെ ഭാര്യ എന്നുള്ള ജീവിതം അവരുടെ പ്രണയത്തെ അനശ്വരമാക്കുമെന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. ആ പെൺകുട്ടിയുടെ പ്രണയം അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചോദ്യമാണ്. പക്ഷേ അവൾ പറയുന്നു തങ്ങളുടെ പ്രണയം അനശ്വരമാണ്. 3 वर्षापासून सक्षम टाटेस आणि माझं प्रेम संबंध होते. माझ्या घरच्यांना ते मंजूर नव्हते. त्यासाठी त्यांनी त्याचा असा घात केला. माझे वडील गजानन मामिडवार आणि माझे 2 भाऊ हिमेश मामिडवार आणि साहिल मामिडवार. SC അതിക്രമ നിയമം, ആയുധ നിയമം എന്നിവ പ്രകാരമാണ് കേസെടുത്തത്. 6 പേർക്കെതിരെ കൊലപാതകം, നിയമവിരുദ്ധമായി സംഘം ചേരൽ, കലാപം തുടങ്ങിയ വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിക്കുന്നുണ്ട്. അറസ്റ്റിലായവരെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. എന്താണെങ്കിലും
ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു മഹാരാഷ്ട്രയിലേത്. ഒരു ദുരഭിമാനക്കൊല, അതിനുശേഷം അതിലേറെ ധീരമായിട്ടുള്ള ഒരു പ്രവൃത്തിയുമായി ആ 21-കാരി. എങ്ങനെയാണ് സമൂഹത്തെ ഇതിനൊക്കെ വിധിക്കുക എന്നുള്ളത് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും ദുരഭിമാനക്കൊല, അത് പൊറുക്കാൻ കഴിയില്ല, അംഗീകരിക്കാൻ കഴിയില്ല. ഇനി നമ്മൾ പോകുന്നത് ഉത്തർപ്രദേശിലെ ഗോണ്ടയിലേക്കാണ്. അവിടെ മറ്റൊരു സംഭവം ഉണ്ടായി. ഒരാണിനോട് സംസാരിച്ചതിന്, അപരിചിതനോട് സംസാരിച്ചതിന് സ്വന്തം മകളെ കൊന്നു തള്ളിയ ഒരമ്മയും അവരുടെ സഹോദരൻ. ഗോണ്ട സ്വദേശിനി അനുരാധ എന്ന പെൺകുട്ടിയാണ് മരിച്ചത്. അറസ്റ്റിലായത് അമ്മ നിർമ്മല ദേവി, ഒപ്പം ആ പെൺകുട്ടിയുടെ സഹോദരൻ മനീഷ് കുമാർ. എങ്ങനെയായിരുന്നു ആ കൊലപാതകം? എന്തിനു വേണ്ടിയായിരുന്നു കൊലപാതകം? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കൊലപാതകം നടക്കുന്ന ആ ദിവസം അനുരാധ, അതായത് മരിച്ച പെൺകുട്ടി, ഒരു അജ്ഞാതനുമായി സംസാരിക്കുന്നത്, ഒരു അപരിചിതനുമായി സംസാരിക്കുന്നത് കാണുകയാണ്. ഇതേ ചൊല്ലി സഹോദരൻ മനീഷ് കുമാർ വഴക്കുണ്ടാക്കുന്നു. ആ വഴക്ക് വലിയ തർക്കത്തിലാവുകയാണ്. തുടർന്ന് മർദ്ദനമാണ്, കൊടിയ മർദ്ദനം. മർദ്ദിച്ച് ആ പെൺകുട്ടി അവശയായി വീഴുകയാണ്. അങ്ങനെ ആ പെൺകുട്ടി മരിച്ചു എന്നുള്ള നിഗമനത്തിലാണെന്ന് തോന്നുന്നു. ഈ അമ്മയെയും കൂട്ടി ഈ മനീഷ് കൂടെ ഒരു ബന്ധുവിനെയും വിളിച്ചു. ഇവർ 3 പേരും ചേർന്ന് ഈ പെൺകുട്ടിയെ, മരിച്ചു എന്ന് കരുതുന്ന ഈ പെൺകുട്ടിയെ കാറിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. കാറിൽ കയറ്റി വിജനമായ ഒരു സ്ഥലത്തെത്തിച്ചു. ആ വിജനമായ സ്ഥലത്തെത്തിച്ച് അവർ റോട്ടിൽ തള്ളി. എന്നിട്ട് അവർ പോന്നില്ല. സ്വന്തം മകളുടെ, അല്ലെങ്കിൽ സ്വന്തം അനുജത്തിയുടെ മരണം അതുറപ്പായി എന്ന് അത് വരുത്തി തീർക്കാൻ വേണ്ടി തന്നെ, മരണം സംഭവിച്ചു എന്ന് ഉറപ്പിക്കണമായിരുന്നു അവർ. ആ കാറ് ആ പെൺകുട്ടിയുടെ ദേഹത്തുകൂടി അവർ കയറ്റി ഇറക്കി. എത്രമാത്രം ക്രൂരമാണ് അവരുടെ ചിന്ത എന്ന് ആലോചിച്ച് നോക്കുക. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലാത്ത സംഭവമായിരുന്നു. അങ്ങനെ ആ പെൺകുട്ടിയുടെ ദേഹത്തുകൂടി ആ കാർ കയറ്റിയിറക്കി മൃതദേഹം വിജനമായിട്ടുള്ള റോഡിൽ ഉപേക്ഷിച്ച് അവർ കടന്നു കളഞ്ഞുവെന്നാണ് SP പറയുന്നത്. दिनांक 17 नवंबर की भोर में थाना तरबगंज पुलिस को सूचना प्राप्त हुई थी कि थाना क्षेत्र अंतर्गत एक बंधे वाली सुनसान सड़क है जिस पर एक अज्ञात युवती का शव पड़ा हुआ है। इस सूचना पर तत्काल पुलिस के उच्च अधिकारियों द्वारा फॉरेंसिक टीम द्वारा घटनास्थल का निरीक्षण किया गया। उस युवती की उम्र करीब 20-22 वर्ष के करीब प्रतीत हो रही थी। उसके शव के पंचायतनामा की कार्रवाई कर पोस्टमार्टम हेतु भेजा गया। शव के शिनाख्त के प्रयास भी कराए गए, लेकिन शव का मौके पर शिनाख्त नहीं हो पाया। എങ്ങനെയാണ് ഒരു കൊലപാതകമാണ് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്? ഇത് സ്വാഭാവികമായ ഒരു അപകട മരണം എന്ന തരത്തിലേക്ക് മാറേണ്ടതാണ്. പക്ഷേ അവിടെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമായത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കഴുത്ത് ഞെരിച്ചാണ് മരണം സംഭവിച്ചത് എന്നുള്ള വിവരം വരുന്നത്. മാത്രമല്ല, തലയിലും മുഖത്തുമായി പലയിടത്തും മർദ്ദനത്തിന്റെ പാടുകളുണ്ടായിരുന്നു. ഇത് ഒരു അപകട മരണമല്ല എന്ന് അത്തരത്തിൽ പോലീസിന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടായി. UP പോലീസിന്റെ ആ ഇടപെടൽ അത് ശ്ലാഘനീയമാണ്. എന്താണെങ്കിലും ഇത്തരത്തിൽ ഈ അന്ധമായിട്ടുള്ള കൊലപാതകത്തെ കണ്ടെത്തിയ സംഘത്തിന് 25,000 രൂപയുടെ പാരിതോഷികം നൽകിയിട്ടുമുണ്ട് ഉത്തർപ്രദേശ് പോലീസ് SP. നിഗൂഢതകളുടെ ഈ കാഴ്ചകൾ അത് പലയിടത്തും ഇങ്ങനെ തുടരുകയാണ്. പക്ഷേ പൂർണ്ണമാക്കുക പ്രയാസകരമാണ്. ഈ സമയം ഇവിടെ അവസാനിക്കുന്നു. നിഗൂഢതകളുടെ 20-ാം മണിക്കൂർ വീണ്ടും നാളെ രാത്രി 8 മണിക്ക്.